അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഇങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആ വിഷയത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ, ഒരു മുസ്ലിം അല്ലാത്ത ഒരു അമുസ്ലിം ആയ ഒരാൾ വന്ന് ഒരു ആലിമിനോട്, അതായത് ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ വനിതകൾക്ക് അന്യപുരുഷന്മാർ കൈ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ കൈ കൊടുക്കാത്തത്? അല്ലെങ്കിൽ അന്യപുരുഷന്മാർക്ക് എന്തുകൊണ്ട് സ്ത്രീകൾ കൈ കൊടുക്കുന്നില്ല എന്ന്, എന്തുകൊണ്ടാണ് ഇത് വിലക്കിയിരിക്കുന്നത് എന്ന് ആലിമിനോട്, പണ്ഡിതനോട് ഒരാൾ വന്ന്, ഒരു അമുസ്ലിമായിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ആലിം പറയുകയാണ്, നിങ്ങൾക്ക് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്തിന് കൈ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അമുസ്ലിം പറയുകയാണ്, ഒരിക്കലും കഴിയുകയില്ല, കാരണം അവർ രാജ്ഞിയാണ്. ചില പ്രത്യേക ആളുകൾക്ക് മാത്രമേ എലിസബത്ത് രാജ്ഞിക്ക് കൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആലിം പറയുകയാണ്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ വനിതകൾക്ക് എല്ലാം രാജ്ഞികളാണ്, അവർ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കില്ല എന്ന്. എത്ര മനോഹരമാണ് ആ വാക്യം, അല്ലേ? നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാമിൽ ഓരോ മുസ്ലിമായിട്ടുള്ള സ്ത്രീകളും, എല്ലാ മുസ്ലിമായിട്ടുള്ള സ്ത്രീകളും, എല്ലാ വനിതകളും എല്ലാവരും രാജ്ഞിയാണ്, രാജകുമാരികളാണ്, അവർ അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കില്ല. എത്ര സുന്ദരമാണ് ആ വാക്കുകൾ! ഇസ്ലാമിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ, ഇസ്ലാമിൽ മാത്രം തന്നെയുള്ളൂ. എത്ര സുന്ദരമാണ് നമ്മുടെ ഇസ്ലാം, എത്ര മധുരമാണ് നമ്മുടെ ഇസ്ലാം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മുസ്ലിമായിട്ടുള്ള ആൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആ മുസ്ലിമായിട്ടുള്ള ആൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികൾ ശരീരം മുഴുവൻ മറച്ച് നടക്കുന്നത് എന്ന്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികൾ, മുസ്ലിമായിട്ടുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് സ്ത്രീകൾ എന്തുകൊണ്ട് ശരീരം മുഴുവൻ മറച്ച് നടക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആലിം പുഞ്ചിരിച്ചുകൊണ്ട് ഈ അമുസ്ലിമായിട്ടുള്ള ആൾക്ക് 2 മധുരം എടുത്ത് അതിൽ ഒന്നിൻ്റെ കവർ പൊട്ടിച്ച് രണ്ടാമത്തെ മധുരം പൊട്ടിക്കാതെയും അമുസ്ലിമായിട്ട് ആളുടെ മുമ്പിൽ നിന്ന് തന്നെ ഈ ആലിം, ഈ പണ്ഡിതൻ രണ്ട് തരം സ്വീറ്റ്സ് എടുക്കുകയാണ്, 2 തരം മധുരങ്ങൾ എടുക്കുകയാണ്. എന്നിട്ട് ഒന്നിൻ്റെ കവർ പൊട്ടിച്ചു, രണ്ടാമത്തേതിൻ്റെ കവർ പൊട്ടിച്ചതുമില്ല, അത് കയ്യിൽ വെച്ച്, എന്നിട്ട് 2ഉം നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. ഒന്നിൻ്റെ കവർ പൊട്ടിച്ചും ഒന്നിൻ്റെ പൊട്ടിക്കാതെയും ആലിം 2ഉം നിലത്തോട്ടിറയുകയാണ്. അപ്പോൾ ആ മുസ്ലിമിനോട് ആലിം ചോദിക്കുകയാണ്, ഇതിൽ നിന്നും നിങ്ങൾ ഏത് മധുരം എടുക്കാനാണ്, ഞാൻ നിങ്ങളോട് ഇതിൽ നിന്നും ഒരു മധുരം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതാണ് എടുക്കുക എന്ന്? മനസ്സിലായില്ലേ? അതായത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ സ്ത്രീകൾ, അതായത് മുസ്ലിമായിട്ടുള്ള സ്ത്രീകളൊക്കെ എന്തുകൊണ്ട് ശരീരം മുഴുവൻ മറച്ച് നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആലിം 2 തരം മധുരം എടുത്ത് അതിൽ ഒന്നിൻ്റെ കവർ പൊട്ടിച്ചും ഒന്നിൻ്റെ പൊട്ടിക്കാതെയും ആലിം മുന്നിലോട്ടിടുകയാണ് ഈ അമുസ്ലിമായിട്ടുള്ള ആളുടെ. അപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളോട് പറയുകയാണ്, ഇതിൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക, നിങ്ങൾ ഇതിൽ ഏതെടുക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആൾ പറയുകയാണ്, തീർച്ചയായിട്ടും കവർ ഉള്ളത്, ഇതിൽ നിന്നും തീർച്ചയായിട്ട് കവർ ഉള്ളതാണ് എടുക്കുക എന്ന് ആലിമിനോട് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ആലിം പറഞ്ഞു, അതാണ്. അപ്പോൾ ആലിം പറയുകയാണ്, അതാണ് ഞങ്ങളുടെ വനിതകളെ അങ്ങനെ സംരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും. അവർ ആർക്കു വേണ്ടിയാണോ അവർക്ക് വേണ്ടി അവർ അവരെ സംരക്ഷിക്കുന്നു എന്ന് ആലിം ആ മുസ്ലിമായിട്ടുള്ള ആളോട് മറുപടി പറയുകയാണ്. എത്ര മധുരമാണ്, അല്ലേ? എത്ര സുന്ദരമാണ്! അതുകൊണ്ടാണ് ഇസ്ലാമിൽ സ്ത്രീകൾ ശരീരം മറച്ച് സൗന്ദര്യം വെളിപ്പെടുത്താതെ സ്ത്രീകൾ നടക്കുന്നതിൻ്റെ ആ ഒരു സ്ത്രീകൾക്ക് എത്രത്തോളം ഇസ്ലാമിൽ വിലയുണ്ട്, സ്ത്രീകളെ എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ആ മുസ്ലിമായിട്ടുള്ള ആൾ വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആലിം മറുപടി പറയുകയാണ്, നിങ്ങൾ സൂര്യനെ ഒന്ന് നോക്കൂ,
ആലിം ആ മുസ്ലിമായിട്ടുള്ള ആളോട് പറയുകയാണ്, നിങ്ങൾ സൂര്യനെ ഒന്ന് നോക്കൂ. അപ്പോൾ ആ മുസ്ലിം പറയുകയാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, സൂര്യൻ്റെ പ്രകാശം എൻ്റെ കണ്ണിനെ വേദനിപ്പിക്കുന്നു എന്ന് അമുസ്ലിമായിട്ടുള്ള ആൾ ആലിമിനോട് പറയുകയാണ്. അപ്പോൾ ആലിം പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ നിർമ്മിച്ച ഒരു വസ്തുവിനെ പോലും കാണാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ നിർമ്മിച്ച ഒരു വസ്തുവാണല്ലോ സൂര്യൻ. ആ സൂര്യനെ പോലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കാണാൻ കഴിയും എന്ന് ആലിം ആ മുസ്ലിമായിട്ടുള്ള ആളോട് ചോദിക്കുകയാണ്. അല്ലേ, എത്ര ശരിയാണ് ഈ വാക്ക് എന്ന് മനസ്സിലാക്കണം. അവസാനമായി ആ മുസ്ലിം ആലിമിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആലിമിനെ കഴിക്കാൻ മുന്തിരി കൊടുക്കുകയാണ്. ആലിം അത് കഴിച്ചു. അതിനുശേഷം ഒരു കപ്പ് വൈൻ ആലിമിന് കുടിക്കാൻ നൽകുകയാണ്. ആലിം അത് നിരാകരിച്ചു. ആലിം അത് കുടിച്ചില്ല. അപ്പോൾ ആ മുസ്ലിം ആലിമിനോട് ചോദിക്കുകയാണ്, മുസ്ലിം വൈൻ കുടിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരി കഴിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. വൈൻ ഉണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നുമാണല്ലോ. അപ്പോൾ മുസ്ലിമായിട്ടുള്ള ആളും അത് തന്നെയാണ് ചോദിക്കുന്നത്, വൈൻ ഉണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നുമല്ലേ ആലിമെ, വൈൻ ഉണ്ടാക്കുന്നത് മുന്തിരിയിൽ നിന്നുമല്ലേ എന്ന് ആലിമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ മുന്തിരി കഴിക്കാത്തത്? മുന്തിരിയിൽ നിന്നുമാണ് വൈൻ ഉണ്ടാക്കുന്നത്, മുന്തിരി കഴിക്കുന്നുണ്ട്, എന്നാൽ വൈൻ കുടിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആലിമിനോട് അമുസ്ലിമായിട്ടുള്ള ആളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആലിം തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മകൾ ഉണ്ടോ? അമുസ്ലിം ഉണ്ട് എന്ന് മറുപടി പറയുകയാണ്. ആലിം, നിങ്ങൾ അവളെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്ന് അമുസ്ലിമായിട്ടുള്ള ആളോട് ആലിം ചോദിക്കുകയാണ്. അപ്പോൾ അമുസ്ലിം മറുപടി പറയുകയാണ്, ഇല്ല, കല്യാണം കഴിക്കില്ല എന്ന് മറുപടി പറയുകയാണ്. ആലിം വീണ്ടും പറയുന്നു, അൽഹംദുലില്ലാ എന്ന്. അൽഹംദുലില്ലാ, നിങ്ങൾ അവളുടെ അമ്മയെ കല്യാണം കഴിച്ചു, പക്ഷേ അവളെ കല്യാണം കഴിക്കുന്നില്ല. അതേ അമ്മയിൽ നിന്നുമല്ലേ അവളും ഉണ്ടായത് എന്ന് അമുസ്ലിമായിട്ടുള്ള ആളോട് ചോദിക്കുകയാണ്. ശരിയാണ് അല്ലേ? ശരിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. മുന്തിരിയിൽ നിന്നുമാണ് വൈൻ ഉണ്ടായത്, പക്ഷേ മുന്തിരി കഴിക്കാം, വൈൻ കുടിക്കാൻ പാടില്ല. വൈൻ ആൽക്കഹോളാണ്, ഒരിക്കലും അത് കുടിക്കാൻ പാടില്ല, തെറ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ആലിം ആ മുസ്ലിമായിട്ടുള്ള ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിയത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഓരോ കാര്യത്തിനും തക്കതായിട്ടുള്ള, ഓരോ കാര്യത്തിനും നേരാവഴിയുള്ള, ഓരോ കാര്യത്തിനും നല്ല രീതിയിലുള്ള, നല്ല സത്യസന്ധമായിട്ടുള്ള തെളിവുകളും അടയാളങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. എത്ര മധുരമാണ് ഇസ്ലാം! അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും മുസ്ലിമായി മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്നതിൽ, മുസ്ലിമായി ഇതുപോലെ ജീവിക്കുന്നതിൽ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നതിൽ നമ്മളെല്ലാവരും എത്ര വട്ടം ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ. പക്ഷേ ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയൊന്നും ആയാൽ പോരാ. നമ്മളെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ പഠിച്ചതുപോലെ നമുക്കുള്ള അറിവനുസരിച്ച്, നമുക്ക് ഇസ്ലാമിൽ കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് നല്ല രീതിയിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത് ആർക്കും ഒന്നും ദോഷവും ചെയ്യാതെ നല്ല രീതിയിൽ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ജീവിച്ച്, നല്ല രീതിയിൽ ഒരു മുഅ്മിനായിക്കൊണ്ട് ജീവിച്ച്, നല്ല രീതിയിൽ ഉള്ള ഒരു മരണം നമുക്കെല്ലാവർക്കും റബ്ബ് നൽകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ജീവിച്ച്, നല്ല മുസ്ലിമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര മധുരമാണ് ഇസ്ലാം! നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. അതെല്ലാം അനുസരിച്ച് നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ ആ ചിട്ടയിൽ വളർത്തണം. ഈ ഒരു തലമുറയിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ വളരെ മോശമാണ്. നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ, നല്ല ഇസ്ലാമിക ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് അവരെ വളർത്തണം. പടച്ച റബ്ബ് നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നല്ല രീതിയിലുള്ള മരണം നമുക്കെല്ലാവർക്കും നൽകട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉത്തരം പറയുവാനും റബ്ബിൻ്റെ സ്വർഗ്ഗ
സ്വർഗം നമുക്കെല്ലാവർക്കും കിട്ടുവാനും ഹബീബായ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടുവാനും നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും ഹറാമാക്കി സ്വർഗം കിട്ടുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ. അല്ലാ നാളെ നമുക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണമേ അല്ലാ. ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണമേ അല്ലാ. ഞങ്ങളുടെ ഈ ഇസ്ലാമിക അറിവുകൾ ഞങ്ങൾ പഠിക്കുന്നത് നീ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങൾ ഈ ചാനലിലൂടെ നേടുന്ന അറിവുകളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവിനെ ഭാഗ്യം ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാം നീ നന്നാക്കണമേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ പഠിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണമേ അല്ലാ. നല്ല രീതിയിൽ ഞങ്ങളെ ജീവിപ്പിച്ച് നല്ല രീതിയിലുള്ള മരണം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ചു കൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നീ നൽകണമേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. നാളെ മുത്തുനബിയോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ മജ്ലിസിനെ എല്ലാം നീ സ്വീകരിക്കണമേ റഹ്മാനായ തമ്പുരാനെ, അർഹമുറാഹിമായ തമ്പുരാൻ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണമേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണമേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണമേ അല്ലാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.